പ്രിയപ്പെട്ടവരെ, സുഖമാണല്ലോ? വെൽക്കം ടു ഡേ 36 ഓഫ് അവർ ജേർണി. ഇന്ന് മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 31 മുതൽ 9-ാം അധ്യായം 1 വരെയാണല്ലോ നമ്മൾ ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുക. ദ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്. ഒരിക്കൽ ഒരാൾ കടൽ തീരത്ത് ഒരു വലിയ കപ്പൽ കണ്ടു. അത് കരയിൽ സുരക്ഷിതമായി കെട്ടിയിരിക്കുകയായിരുന്നു. അയാൾ തൻ്റെ സുഹൃത്തിനോട് ചോദിച്ചു, നോക്കൂ, ആ കപ്പൽ അവിടെ എത്ര സുരക്ഷിതമാണ്, തിരമാലകൾ അതിനെ തൊടുന്നില്ല. സുഹൃത്ത് മറുപടി പറഞ്ഞു, കപ്പലുകൾ നിർമ്മിച്ചിരിക്കുന്നത് കരയിൽ സുരക്ഷിതമായി ഇരിക്കാനല്ല, മറിച്ച് തിരമാലകളെ മുറിച്ച് കടന്ന് ലക്ഷ്യസ്ഥാനത്തെത്താനാണ്. ഷിപ്സ് ആർ സേഫ് ഇൻ ദി ഹാർബർ, ബട്ട് ദാറ്റ് ഈസ് നോട്ട് വാട്ട് ഷിപ്സ് ആർ ബിൽറ്റ് ഫോർ. നമ്മുടെ ജീവിതവും സുഖസൗകര്യങ്ങളിൽ ഒതുങ്ങിക്കൂടാനുള്ളതല്ല, മറിച്ച് പ്രതിസന്ധികളെ നേരിട്ട് മുന്നേറാനുള്ളതാണ്. ഈ വചനത്തിൽ നിന്ന് നമുക്ക് ഇന്ന് ഒരു പ്രധാന കാര്യം പഠിക്കാം. സുഖങ്ങളല്ല ലക്ഷ്യമാണ് പ്രധാനം. പർപ്പസ് ഓവർ കംഫർട്ട്. യേശു തൻ്റെ കഷ്ടാനുഭവങ്ങളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ പത്രോസ് അത് തടയാൻ ശ്രമിച്ചു. അതൊന്നും അങ്ങേക്ക് സംഭവിക്കരുത് എന്നവൻ പറഞ്ഞു. പത്രോസിന് വേണ്ടത് ഒരു സേഫ് ഹാർബർ ആയിരുന്നു. പക്ഷെ യേശു പറഞ്ഞു, ആരെങ്കിലും തൻ്റെ ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ അത് നഷ്ടപ്പെടുത്തും. എന്നാൽ എനിക്ക് വേണ്ടി അത് നഷ്ടപ്പെടുത്തുന്നവൻ അതിനെ കണ്ടെത്തും. കംഫർട്ട് ഈസ് എ പേഴ്സൺ. ഇഫ് ഇറ്റ് കീപ്സ് യു ഫ്രം യുവർ ഗോഡ് ഗിവൺ പർപ്പസ്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും എളുപ്പ വഴികൾ തിരയാറുണ്ടോ? പ്രാർത്ഥിക്കാൻ മടി, ഉപവസിക്കാൻ പ്രയാസം, മറ്റൊരാളെ സഹായിക്കാൻ താല്പര്യമില്ലായ്മ, ഇതെല്ലാം നമ്മുടെ കപ്പലിനെ കരയിൽ തന്നെ കെട്ടിയിടാനാണ് ശ്രമിക്കുന്നത്. ഇന്ന് നമുക്ക് അല്പം റിസ്ക് എടുക്കാം. നമ്മുടെ സ്വാർത്ഥത ഉപേക്ഷിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി അല്പം കഷ്ടപ്പെടാം. ആ കുരിശ് ഏറ്റെടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥവത്താകുന്നത്. ഡോണ്ട് ജസ്റ്റ് ലുക്ക് ഫോർ എ കംഫർട്ടബിൾ ലൈഫ്, ലുക്ക് ഫോർ എ ലൈഫ് ദാറ്റ് മാറ്റേഴ്സ്. ടുഡേ പിക്കപ്പ് യുവർ ക്രോസ് വിത്ത് എ സ്മൈൽ. സുരക്ഷിതമായ കരയല്ല ലക്ഷ്യസ്ഥാനത്തെത്താൻ തിരമാലകളെ നേരിടാം. ഡോണ്ട് സ്റ്റേ സേഫ് ഇൻ യുവർ കംഫർട്ട് സോൺ. സ്റ്റെപ്പ് ഔട്ട് ഇൻ ഫെയ്ത്ത്. ഈ ചിന്ത നിങ്ങളുടെ കുടുംബ ഗ്രൂപ്പുകളിലും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.